മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളന വേദിയിൽ എത്തിക്കഴിഞ്ഞു. എം വി ഗോവിന്ദ മാസ്റ്റർ സമീപം അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം. ദീപക് തർമ്മനം കൂടി ചേരുകയാണ്. ദീപക്, സീതാറാം യെച്ചൂരി നഗറിൽ നിന്നാണല്ലോ ഈ സമ്മേളന വേദി ഇന്ന് ലോകം ശ്രദ്ധിക്കാൻ പോകുന്നത്. പറയൂ വിവരങ്ങൾ. SKN നമുക്ക് സീതാറാം യെച്ചൂരി നഗറിൽ കാണാം. പാർട്ടി PB അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ, ഒപ്പം തന്നെ പാർട്ടി PB അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം പിണറായിയുടെ ഒപ്പം തന്നെ കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. ഭാര്യ കമലാ വിജയനുണ്ട്, അതുപോലെ തന്നെ മകൻ ഇസാൻ ഉണ്ട്. നമുക്ക് കൊച്ചുമകൻ പണ്ടേ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ പിണറായിയുടെ കൈക്കുഞ്ഞായി വന്ന് മാർക്സാണ് ശരി എന്ന എക്സിബിഷനിൽ പങ്കെടുത്ത ഐസൻ, നമ്മൾ കെഗു എന്ന് വിളിക്കുന്ന, നമ്മളോടൊപ്പം ചേരുകയാണ്. കെഗു, എത്രമാത്രം സന്തോഷമുണ്ട്? വളരെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പണ്ട് അച്ചാച്ചന്റെ കൈ പിടിച്ച് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സമ്മേളനത്തിൽ വന്നതാണ്. അതെ 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 ശരിയാണ്. ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ മധുരൈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. ഇതാ SKN, പണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിൽ അച്ചാച്ചൻ്റെ മുത്തച്ഛൻ്റെ കൈപിടിച്ച് വന്ന കൊച്ചുമകൻ ഇപ്പോൾ വലിയ കുട്ടിയായി പാർട്ടി കോൺഗ്രസിൽ എത്തിയിരിക്കുന്നു. നമുക്ക് കാണാം ഇപ്പോൾ ബിജു കൃഷ്ണൻ, പാർട്ടിയുടെ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ എല്ലാം പിണറായി അഭിവാദ്യം ചെയ്യുന്ന വിജയനുമായി സംസാരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. എൻറാം എപ്പോഴും ഒരു ഇടതുപക്ഷ സഹയാത്രികനും CPM-ൻ്റെ അഭികാമ്യമുള്ള പത്രപ്രവർത്തകനുമാണ് എൻറാം. ഒരുപക്ഷെ ഇന്ത്യ ഉയർത്തുന്ന പല പല പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തന്നെ അദ്ദേഹത്തിനെ പിന്തുണച്ചിട്ടും ഉണ്ട്. എൻറാമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നത്. MV ഗോവിന്ദ മാസ്റ്ററാണ് തൊട്ടരികത്ത്. സമ്മേളനത്തിന് എത്തിയതാണ് എൻറാം. ഒരുപക്ഷെ ചിരകാല സുഹൃത്തു കൂടിയാണ് എൻറാം മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് തന്നെ പഴയകാല അനുഭവങ്ങളൊക്കെ പറയാനുമൊക്കെ ഈ പാർട്ടി വേദി സാക്ഷിയാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എൻറാം കടന്നു പോവുകയാണ്. ദീപക് തർമ്മണം തുടരുന്നു. ദീപക്, പറയും. SKN, അതാ മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് കാണാം. ഇതാ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയൻ പണ്ടേ സമ്മേളനത്തിന് എത്താറുള്ളതാണ്. നമുക്ക് കമല ടീച്ചറോട് ചോദിക്കാം. ടീച്ചർ, പണ്ടേ സമ്മേളനത്തിൽ വരാറില്ല. കെഗു വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സമ്മേളനത്തിൽ വന്നതാണ്. ഇപ്പം മുതിർന്ന കുട്ടിയായ അച്ചാച്ചനൊപ്പം വളരെ സന്തോഷം. ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷം. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, വലിയ സന്തോഷം. SKN, നമുക്ക് ഗോവിന്ദ മാഷുണ്ട്. ഈ സംസ്ഥാന സമ്മേളനം ഈ പാർട്ടി കോൺഗ്രസിലേക്ക് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയായി എത്തിയ ഗോവിന്ദ മാഷെ, രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. പ്രതിരോധ രാഷ്ട്രീയം ശക്തിപ്പെടുത്തേണ്ട കോൺഗ്രസ് വളരെയേറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തെ മുറിച്ചു കടന്ന് മുമ്പോട്ടേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള അടവുപരമായ നിലപാടുകൾ പാർട്ടി അർത്ഥവത്തായ രീതിയിൽ തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോകും എന്നാണ് പറയാൻ. ആദ്യമായാണ് പാർട്ടിക്ക് ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു സമ്മേളനം നടത്തേണ്ടി വരുന്നത്. ഒരുപക്ഷെ നേതൃനിരയിൽ ഒരു വികാരപരമായ ഒരു സന്ദർഭമാണ് ഈ സീതാറാം യെച്ചൂരി നഗറിൽ പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ. അല്ല, പാർട്ടി ജനറൽ സെക്രട്ടറി അതിൻ്റെ വഴിയിൽ മരിക്കുന്ന ആദ്യത്തെ സംഭവമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വന്നത്. SKN, ഇതാ മുഖ്യമന്ത്രി, ഒപ്പം MV ഗോവിന്ദ മാസ്റ്റർ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയൻ, അതുപോലെ മകൻ കൊച്ചുമകൻ കെഗു, ഇവരെല്ലാം തന്നെ സമ്മേളനം എത്തിയിട്ടുണ്ട്. ഏറെ വികാരപരമായ ഒരു ഉദ്ഘാടന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് സീതാറാം യെച്ചൂരി നഗറിൽ. SKN, ക്ഷമയ്ക്ക് 24ാമത് പാർട്ടി കോൺഗ്രസിൽ സമുന്നതരായ നേതാക്കന്മാരെല്ലാം എത്തിക്കഴിഞ്ഞ് മുഖ്യമന്ത്രി കുടുംബസമേതം ഈ സമ്മേളനത്തിൽ എത്തി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ വിജയൻ കൂടി ഇതിനെക്കുറിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ സംസാരിക്കുകയാണ്. അതിലേക്ക് എത്തിയിരിക്കുന്നത് കുറേ കുടുംബങ്ങൾ ഒരുമിച്ചാണ് എത്തുന്നത്. എത്രമാത്രം സന്തോഷം? നല്ല സന്തോഷമുണ്ട്. അച്ഛനും അമ്മയുടെ വന്നിരുന്നതാണ്. പഴയ കാലഘട്ടം മുതലേ സമ്മേളനങ്ങളിൽ കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം. അതെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോഴും കുടുംബങ്ങൾ ഒന്നിച്ചാണല്ലോ വന്നത്. കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നതിന്റെ സന്തോഷം, ആ സന്തോഷമാണ് വീണ പങ്കുവയ്ക്കുന്നത്.